CK ടോക്സിന്റെ മറ്റൊരു ഫുട്ബോൾ ടോക്കിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ പ്രധാനമായും ചർച്ച ചെയ്യാൻ പോകുന്നത് മുംബൈ സിറ്റി എഫ്സിയുടെയും ജംഷഡ്പൂർ എഫ്സിയുടെയും മത്സരത്തെ കുറിച്ചാണ്. നമുക്കറിയാം, കുറച്ചു മുമ്പ് നടന്നിട്ടുണ്ടായിരുന്ന ജംഷഡ്പൂർ എഫ്സിയുടെയും മുംബൈ സിറ്റി എഫ്സിയുടെയും മത്സരത്തിൽ ജംഷഡ്പൂർ ISLന്റെ നിയമങ്ങളെല്ലാം ലംഘിച്ചിട്ടുണ്ടായിരുന്നു. ഏതായാലും ഇതിനെതിരായിക്കൊണ്ട് മുംബൈ സിറ്റി എഫ്സി ഒരു പരാതിയും നൽകിയിട്ടുണ്ടായിരുന്നു. ഏതായാലും ആ ഒരു നിയമ ലംഘനത്തിനെതിരായിക്കൊണ്ട് ഇപ്പോൾ ഒരു നടപടി പുറത്തേക്ക് വന്നിട്ടുണ്ട്. ISLലെ നിയമങ്ങൾ ലംഘിച്ചതിന് ജംഷഡ്പൂരിനെതിരെ ഇപ്പോൾ നടപടി എടുത്തിട്ടുണ്ട്. മുംബൈ സിറ്റിക്കെതിരെ ഒരു അധിക വിദേശ താരത്തെ ടീമിലേക്ക് ഇറക്കിയതാണ് ലംഘനമായി കണക്കാക്കുന്നത്. മാർച്ച് 8 ഇരു ടീമുകളും തമ്മിലുള്ള മത്സരത്തിൽ ലീഗിന്റെ വിദേശ താരങ്ങളുടെ പരിധി ലംഘിച്ചതായി കണ്ടെത്തിയതിനെ തുടർന്നാണ് ആ ഒരു കളിയിൽ മുംബൈ സിറ്റി എഫ്സിക്ക് 3 പോയിന്റ് നൽകുമെന്ന് തീരുമാനമായിട്ടുള്ളത്. ഇപ്പോൾ അന്ന് കളി അവസാനിച്ചപ്പോൾ 1-1 എന്ന സമനിലയിലായിരുന്നു മത്സരം അവസാനിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ ആ ഒരു ഫലം മാറ്റിക്കൊണ്ട് 3-0 എന്ന സ്കോറിൽ ജംഷഡ്പൂർ എഫ്സി തോറ്റതായാണ് കണക്കാക്കുക. അന്ന് 4 വിദേശ താരങ്ങൾ കളത്തിൽ ഉണ്ടായിരിക്കെ ജംഷഡ്പൂരിന്റെ ചീമക്ക് ചുവപ്പ് കാർഡ് കിട്ടി പുറത്തേക്ക് പോകേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഒരു ഇന്ത്യൻ താരത്തെ ടീമിൽ നിന്നും പിൻവലിച്ചുകൊണ്ട് അലൻ സ്റ്റെവോനോവിച്ച് എന്ന സൂപ്പർ താരത്തെ ജംഷഡ്പൂർ എഫ്സി കളത്തിലേക്ക് ഇറക്കിയിട്ടുണ്ടായിരുന്നു. ഇത് തെറ്റാണ് എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് ഈ ഒരു ടീമിനെതിരെ നടപടി എടുത്തിരിക്കുന്നത്. ഏതായാലും ഈ ഒരു പരാതി നൽകിയിട്ടുണ്ടായിരുന്നത് മുംബൈ സിറ്റി എഫ്സി ആയിരുന്നു. അങ്ങനെ അവസാനം ഈ ഒരു വിധി മുംബൈ സിറ്റിക്ക് അനുകൂലമായതോടെ 19 മത്സരങ്ങളിൽ നിന്നും 41 പോയിന്റുമായി 1-ാം സ്ഥാനത്താണ് നിലവിൽ മുംബൈ സിറ്റി പോയിന്റ് പട്ടികയിലുള്ളത്. മോഹൻ ബഗാനേക്കാൾ 2 പോയിന്റ് മുകളിലാണ് അവർ ഇപ്പോൾ ഉള്ളത്. ജംഷഡ്പൂർ എഫ്സി 19 പോയിന്റുകളിൽ നിന്നും 20 പോയിന്റുമായി 8-ാം സ്ഥാനത്തുമാണ് നിലവിൽ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ഏതായാലും നമുക്ക് ഈ ഒരു ഉത്തരവിന് ശേഷമുള്ള ജംഷഡ്പൂർ എഫ്സിയുടെ ക്ലബിന്റെ പ്രസ്താവനയിലേക്ക് ഒന്ന് കടക്കാം. 2024 മാർച്ച് 8 മുംബൈ സിറ്റി എഫ്സിക്കെതിരായ മത്സരത്തിന്റെ 87-ാം മിനിറ്റിൽ ജംഷഡ്പൂർ എഫ്സി യോഗ്യമല്ലാത്ത ഒരു കളിക്കാരനെ ഫീൽഡിംഗ് ചെയ്ത സംഭവങ്ങൾ ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ട്. ജംഷഡ്പൂർ എഫ്സി എല്ലായ്പ്പോഴും ലീഗ് നിയമങ്ങളും നയതന്ത്രങ്ങളും ഗൗരവമായി കാണുന്നുമുണ്ട്. മനഃപൂർവ്വം അല്ലെങ്കിൽ ഇത് വളരെയധികം നിർഭാഗ്യകരം തന്നെയാണ്. ജംഷഡ്പൂർ ഫുട്ബോൾ ക്ലബിന്റെ ആരാധകരോടും കളിക്കാരോടും അഭ്യുദയക്ഷീയമായുള്ള ആത്മാർത്ഥമായി ക്ഷമാപണം നടത്താനും അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഏറ്റെടുക്കാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഉൾപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്ത് നിന്ന് ഇത് ഒരു യഥാർത്ഥ തെറ്റ് തന്നെയാണ്. ഗെയിമിന്റെ അവസാന മിനിറ്റുകളിൽ എന്തെങ്കിലും തെറ്റായ നേട്ടം നേടാനുള്ള ഉദ്ദേശത്തോടെ മനഃപൂർവ്വം ചെയ്ത ഒരു പ്രവൃത്തിയല്ല ഇത്. ചുവപ്പ് കാർഡിന് ഇടയിൽ ഒരു മനുഷ്യ പിഴവായി അത് സംഭവിച്ചു. തുടർന്നുള്ള സംഭവങ്ങൾക്ക് ശേഷം അത് വളരെ ഖേദം തന്നെയാണ്. ISLന്റെ വരാനിരിക്കുന്ന ഗെയിമുകളിൽ ഞങ്ങളുടെ ആരാധകരുടെ പിന്തുണയോടെ പ്ലേ ഓഫ് യോഗ്യത നേടാനുള്ള ഞങ്ങളുടെ ശ്രമത്തിൽ നല്ല ഫലങ്ങൾ നേടിയെടുക്കുന്നതിനായി ഞങ്ങൾ ഇപ്പോൾ നവോന്മേഷത്തോടെ കഠിനാധ്വാനം ചെയ്യാൻ നോക്കുകയാണ്. ഏതായാലും ഈ ഒരു ഉത്തരവ് പുറത്തു വന്നതിന് ശേഷം ജംഷഡ്പൂർ എഫ്സിയുടെ ക്ലബിന്റെ സ്റ്റേറ്റ്മെന്റ് ആണിത്. ഏതായാലും ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാം, മുംബൈ സിറ്റി എഫ്സിയോട് ഒരു അഭ്യർത്ഥന അഥവാ ഒരു ഖേദം പ്രകടിപ്പിക്കുന്ന രീതിയിലാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പുറത്തേക്ക് വിട്ടിട്ടുള്ളത്. ഏതായാലും ISLനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് ആദ്യമായിട്ടാണ് ISLലെ ഒരു മത്സരത്തിൽ ഒരു ടീമിന്റെ സ്കോർ വെട്ടിക്കുറച്ചിരിക്കുന്നത്. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം നിങ്ങൾ താഴെ കമന്റായി രേഖപ്പെടുത്തുക. കൂടുതൽ ISLനെ കുറിച്ചും കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചുമുള്ള അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ കൂടി ശ്രമിക്കുക. അപ്പോൾ അടുത്തൊരു ISL ബ്ലാസ്റ്റേഴ്സ് അപ്ഡേറ്റുമായി വീണ്ടും വരാം. ഗുഡ് ബൈ.